സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത വ്ളോഗർ തൊപ്പിയെ വിട്ടയച്ചു. സംഭവത്തിൽ പരാതിയില്ലാത്തതിനാലാണ് കേസെടുക്കാതിരുന്നതെന്ന് വടകര പോലീസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, കഴിഞ്ഞ ദിവസം വലിയ രീതിയിലൊരു അത്തരത്തിലൊരു സാഹചര്യമെല്ലാം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്കാണോ എന്നൊക്കെ കരുതിയിരുന്നെങ്കിലും അതൊരു എയർഗണ്ണൊക്കെ ആയിരുന്നു. ഇപ്പോൾ കേസെടുക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പരാതി ഇല്ലാത്തത് കൊണ്ട് തൊപ്പിയെ വിട്ടയക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി അല്ലേ? തീർച്ചയായും കാളിദാസ്, അതായത് ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ തൊപ്പി വടകര കൈനാട്ടി ദേശീയപാതയിൽ വെച്ച് സ്വകാര്യ ബസ് ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് പോലീസ് വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ തൊപ്പിയെ കാറിൽ നിന്നും നേരെ കസ്റ്റഡിയിലെടുത്ത് വടകര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തൊപ്പി എന്ന മുഹമ്മദ് നിഹാൽ എന്നാണ് ഈ വ്ളോഗർ തൊപ്പിയുടെ യഥാർത്ഥ നാമം. ഈ മുഹമ്മദ് നിഹാലിനെ നേരെ വടകര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ബസ് ജീവനക്കാർക്ക് പരാതി ഉണ്ടായിരുന്നില്ല. കാരണം പരാതി ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിന് കേസെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഇത് സംബന്ധിച്ച് പരാതി ഉണ്ടായിരുന്നില്ല. അവർ പരാതി നൽകാൻ എത്തുമെന്ന് പോലീസ് കരുതിയിരുന്നു. കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിന് നേരെയായിരുന്നു തൊപ്പി തോക്ക് ചൂണ്ടിയിരുന്നത്. എയർഗണ്ണാണ് എന്ന് പോലീസിന് പരിശോധനയിൽ വ്യക്തമായി. അതുകൊണ്ട് ഈ എയർഗണ്ണിന് പൊതുവെ എയർ പിസ്റ്റളിന് ലൈസൻസ് ആവശ്യമില്ല. അതുകൊണ്ട് ഈ എയർ പിസ്റ്റൾ ചൂണ്ടിയത് കൊണ്ട് തന്നെ പരാതി ഉണ്ടെങ്കിൽ കൃത്യമായി കേസെടുക്കാമായിരുന്നു. പക്ഷേ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പരാതി നൽകാൻ ഉണ്ടായിരുന്നില്ല. കാരണം അവർ എത്തുമെന്ന് കരുതി പോലീസ് കസ്റ്റഡിയിൽ തന്നെ തൊപ്പിയെ വെച്ചിരുന്നു. എന്നാൽ അവർ എത്തിയില്ല. തുടർന്നാണ് തൊപ്പിയെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ തൊപ്പിയെ വിട്ടയച്ചു എന്ന തരത്തിൽ ഈ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ തൊപ്പിയുടെ ആരാധകരായിട്ടുള്ള ആളുകളൊക്കെ, കുട്ടികളൊക്കെ ചിലപ്പോൾ ഈ വാർത്ത കാണും. അത് തൊപ്പി ആയതുകൊണ്ട് വിട്ടയച്ചതല്ല, മറിച്ച് ഈ ഒരു സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഒരു കനിവ് കൂടിയാണ് അവിടെ നമ്മൾ കാണേണ്ടത്. അവർ പരാതി നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ തൊപ്പി ഇപ്പോൾ അറസ്റ്റിലാകുമായിരുന്നു, പോലീസിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുമായിരുന്നു. പക്ഷേ സ്വകാര്യ ബസ് ജീവനക്കാർ അവരുടെ ജോലിയുടെ തിരക്കിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവർ പരാതി നൽകാനോ അല്ലെങ്കിൽ നിയമ കുരുക്കിലേക്ക് കാര്യങ്ങൾ നീക്കാനോ ഒന്നും തന്നെ താല്പര്യപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനൊരു സാഹചര്യം ഉണ്ടാക്കിയത്, ഈ ഒരു സംഭവത്തിലേക്ക് സാഹചര്യം ഉണ്ടാക്കിയത് തൊപ്പി സഞ്ചരിച്ചിരുന്ന കാറിന് സമീപത്തോടുകൂടി സ്വകാര്യ ബസ് പോയി എന്നുള്ളത് സംബന്ധിച്ച ഒരു തർക്കമാണ്. ആ തർക്കത്തിനിടെയാണ് ഈ തൊപ്പി തോക്ക് ചൂണ്ടുന്ന ഒരു സാഹചര്യം, മുഹമ്മദ് നിഹാൽ തോക്ക് ചൂണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സ്വകാര്യ ബസ് ജീവനക്കാർ പരാതി നൽകാത്തത് കൊണ്ട് മാത്രമാണ് തൊപ്പിയെ വടകര പോലീസ് അധികൃതർ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കാളിദാസ്, തീർച്ചയായും റിയാസ്, സമൂഹ മാധ്യമങ്ങളിൽ തനിക്ക് പ്രത്യേക പിന്തുണയുണ്ട് എന്നുള്ളതാണ് തൊപ്പിയുടെ ഒരു സവിശേഷത. അല്ലെങ്കിൽ തൊപ്പിയെ പറയുമ്പോൾ അത്തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ നമ്മളടക്കം നേരിടേണ്ടി വരും. എന്തായാലും പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ തൊപ്പിയെ വിട്ടയച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പരാതി ഉണ്ടായിരുന്നെങ്കിൽ പലതരത്തിലുള്ള നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടി വന്നേനെ ഈ തൊപ്പി എന്ന മുഹമ്മദ് നിഹാൽ. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.